കുഞ്ചാണ്ടി സാർ ഉണ്ടായിരുന്ന സമയത്ത് ഇതിനെക്കാട്ടും പുരോഗമനം ഉണ്ടായിരുന്നു തോന്നുന്നു. ചത്തതിനൊക്കെ ജീവിച്ചിരിക്കും എന്നൊക്കെ പറയുമ്പോഴാണ് നന്മ സ്റ്റോറുകളുടെ കാര്യം. അത്യാവശ്യം വേണ്ട പലചരക്ക് സാധനങ്ങൾ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനക്കാർ കൈമലർത്തും. കൺസ്യൂമർ ഫെഡിനെ ഇത്രത്തോളം വലിയ തകർച്ചയിലേക്ക് എത്തിച്ചതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് UDF സർക്കാരിനോ അന്നത്തെ ഭരണസമിതിക്കോ ഒഴിഞ്ഞു മാറാനാകില്ല. ചിലന്തി നിറഞ്ഞ ഒരു ഐസി. കെട്ടിടത്തിന്റെ ഓടുകൾ പൊട്ടിപ്പൊളിഞ്ഞു. മേൽക്കൂരയിൽ വല്ലപ്പോഴും പറങ്ങുന്ന ഫാനുകൾ. മേൽക്കൂരയിലും ഭിത്തിയിലും ചിലന്തി വല കെട്ടിക്കൊണ്ടേയിരിക്കുന്നു. എലികളുടെ ഇഷ്ടയിടമാണ് ഈ മുറി. ഉച്ചക്കഞ്ഞിട്ടുള്ള അരിയിൽ ചത്ത എലിയെ കണ്ടെത്തിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂൾ സന്ദർശിക്കാൻ ഭക്ഷ്യമന്ത്രി എത്തി. ചത്ത എലിയെ കണ്ട് ഞെട്ടിയ കുട്ടികൾക്ക് ധൈര്യം പകരാൻ ഉച്ചക്കഞ്ഞിയും കഴിച്ചാണ് അനൂപ് ജേക്കബ് മടങ്ങിയത്. എഴുതാത്തവർക്കും A+ എന്ന വിപ്ലവകരമായ പരീക്ഷാ പരിഷ്കരണം ലോകത്താദ്യമായി നടപ്പാക്കിയ മഹാത്മാവാണ് PT അബ്ദുൾ. വേണ്ടി വന്നാൽ ഓണപരീക്ഷ ക്രിസ്മസിൽ നടത്തുമെന്ന് റബ്ബ് പ്രഖ്യാപിച്ചു. ഇനി മുതൽ ഓണം ക്രിസ്മസും പാഠപുസ്തകം വരുന്നത് നോക്കി പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. The visuals show the CPN protester collapsing after being repeatedly kicked. He was later rushed to hospital. The protest by LDF workers on the 4th orphan. He charged the protesters who tried to block the chief minister's convoy and showed him black. പെരുമ്പാവൂർ ജിഷാവധ കേസിൽ പ്രതിയുടേതെന്ന് സംശയിക്കുന്ന ചെരുപ്പ് പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച പോലീസ്. മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് എത്തുന്നു. മെഡിക്കൽ കോളേജ് ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയും പോലീസ് ആംബുലൻസ് തടഞ്ഞു. പിന്നീട് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കടന്നുപോയതിനു ശേഷം മാത്രമാണ് ആംബുലൻസ് കടത്തിവിട്ടത്. കോളേജിൽ സംഘർഷത്തിനിടെ CIയെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസ് സർക്കാർ പിൻവലിച്ചു. RSS ABVP പ്രവർത്തകർ പ്രതികളായ കേസാണ് പിൻവലിക്കുന്നത്. പ്രതികളുടെ അപേക്ഷ കണക്കിലെടുത്താണ് നടപടി. കേരളത്തിലെ എല്ലാ മേഖലകളിലും അഴിമതി വർദ്ധിക്കുകയാണെന്ന് ആന്റണി പ്രതികരിച്ചു. അഴിമതി കുറയുന്നത് പോലെ അഴിമതി കൂടിക്കൊണ്ടിരിക്കുകയാണ്.